ഹലോ, ഇന്നൊരു ബൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ബൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടു, ഏകദേശം എനിക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം ഈ ഒരു ഹാൻഡിൽ അതൊന്ന് സ്പോഞ്ചൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് റെഡ് റോസ് വെച്ചിട്ടാണ്. വൈറ്റ് റോസ് അതിലുള്ളത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ 25 ഫ്ലവേഴ്സാണ് എനിക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ടൂത്ത് പിക്കുമ്മൽ ഓരോ ഫ്ലവേഴ്സും കുത്തി വെച്ചങ്ങാനെയാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ ഒരു 20 ഫ്ലവേഴ്സോളം ഇങ്ങനെ ടൂത്ത് പിക്കുമ്മൽ വെച്ച് ഞാൻ വിചാരിച്ച് 20 എണ്ണം മതിയാവുന്നു. അപ്പോൾ ഇതാ ഫ്ലവേഴ്സൊക്കെ ടൂത്ത് പിക്കുമ്മൽ വെച്ചിട്ടുണ്ട്. ഇനി ബേബി ബ്രീത്ത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഗ്ലൂ ഡ്രോപ്സ് ആണ് ബേബി ബ്രീത്തും ഫ്ലവറും തമ്മിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. വേറെ സെല്ലോ ടേപ്പൊക്കെയാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് കുറച്ച് ഒട്ടുന്നുണ്ട്, പക്ഷേ കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ ഓരോ ഗ്ലൂ ഡ്രോപ്സും ഫ്ലവേഴ്സുമ്മിൽ ഒട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ബേബി ബ്രീത്ത് എടുത്തിട്ട് ഫ്ലവറുമ്മിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സിലൊക്കെ അത് ഒട്ടിച്ചു. അപ്പോഴേക്കിനും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബേബി ബ്രീത്ത് തീർന്നു. അപ്പം ഇനി അടുത്ത സെക്ഷന് കട്ട് ചെയ്യാണ്.
ബാക്കിയുള്ളതും നേരത്തെ പോലെ തന്നെ ഫ്ലവേഴ്സുമ്മിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ എല്ലാം ചെയ്തു. പിന്നെ ഫ്ലവേഴ്സ് ഓരോന്നും എടുത്ത് ഞാൻ ഹാൻഡിലിൽ കുത്തി കൊടുത്തു. അത് ഷൂട്ട് ചെയ്യാനും എന്നോട് വിട്ടുപോയി. ഇനി റാപ്പ് ചെയ്യാനാണുള്ളത്. അപ്പോൾ അത് റാപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു ബോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ റാപ്പ് ചെയ്ത വീഡിയോസ് ക്ലിപ്പിങ്സ് ഒന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. കാരണം ഞാൻ അത്യാവശ്യം നല്ലോണം ബുദ്ധിമുട്ടിയാണ് ഈ ഒരു പ്ലാസ്റ്റിക് ഹാൻഡിൽമേൽ ഈ കൈൻഡ് ഓഫ് ക്ലോത്ത് വെച്ചത്. ഇങ്ങനത്തെ ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ സ്പോഞ്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.